കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന പോലെ അവർക്കൊരു താല്പര്യമുണ്ട്, അവർക്ക് എന്തായി തീരുന്ന ആഗ്രഹം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. SSLC +2 അതുപോലെ തന്നെ ഭിന്നശേഷി മക്കൾക്കൊക്കെ നമ്മൾ അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടത്താറുണ്ട്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. മികവിനെ ആഘോഷമാക്കി വിജയത്തെ ആദരിച്ച് SSLC +2 പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി പ്രതിഭാ സംഗമം ഒരുക്കി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. മഞ്ഞളംകുഴി MLA പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം 2026 ബാങ്കിന്റെ പരിധിയിലെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ഭിന്നശേഷി വിഭാഗത്തിൽ ഉന്നത വിജയം നേടിയ പ്രതിഭകളെയും ക്യാഷ് അവാർഡും മെമന്റോയും നൽകി ആദരിച്ചു. മഞ്ഞളംകുഴി MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോരോ കുട്ടികൾക്കും അവർക്ക് കൃത്യമായിട്ട് ഓരോരോ താല്പര്യമുണ്ട്, എന്തായി തീരണം എന്നുള്ള അവർക്ക് ഓരോ ഇതുണ്ട്. നമ്മൾ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. പഴയ കാലത്ത് അച്ഛൻ പറയും മോളും മെഡിസിന് പോയിക്കും, അങ്ങനെ മോളും മെഡിസിന് പോകാൻ, മോൻ എഞ്ചിനീയർ ആയിക്കോലെ, മോൻ എഞ്ചിനീയറിങ്ങിന് പോകും. പക്ഷെ ഇന്നതല്ല, ഇന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന പോലെ അവർക്കൊരു താല്പര്യമുണ്ട്, അവർക്ക് എന്തായി തീരുന്ന ആഗ്രഹം ഉണ്ട്, അതിനനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വേറൊരു കാര്യം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സങ്കടം തോന്നാറുണ്ട്. 10ാം ക്ലാസ്സിലും നല്ല മാർക്ക് കിട്ടിയ കുട്ടികളുണ്ടോ, എല്ലാത്തിനും A+, ചിലപ്പോൾ ഒരു 95-96% പിന്നെ കിട്ടിയിട്ടുള്ള കുട്ടികള് +2 വരുമ്പോൾ പെട്ടെന്നാണ് അവർ മാർക്ക് ഒന്നടങ്കം പോയത്. അത് നല്ല കഴിവില്ലാത്ത കുട്ടികളായതുകൊണ്ട് അല്ലാത്തതുകൊണ്ടല്ല. +2 വരുമ്പോൾ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ മാതിരിയാണ്, കുറച്ചുകൂടി പിന്നെ ഇതായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പഠിക്കുന്നതിന് കുറച്ച് കുറവ് വരും, രക്ഷിതാക്കളും എല്ലാം ശ്രദ്ധിക്കില്ല. 10ാം ക്ലാസ്സിൽ എന്റെ കുട്ടി നല്ല രീതിയിൽ ജയിച്ചോളൂ, ഇനി +2 ജയിക്കും, അവിടെ പിന്നെ അല്ലെങ്കിൽ അവൻ വളരെ താല്പര്യപൂർവ്വം പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കും. എനിക്ക് രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടി പറയേണ്ടത്, നമ്മുടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്, ഒരു സംശയം വേണ്ട. അവരൊക്കെ നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്, നമ്മളോട് സ്നേഹമുള്ള കുട്ടികളാണ്. പക്ഷേ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാര്, മക്കളുടെ കൂടെ ഒരു 10 മിനിറ്റെങ്കിലും ആ സ്കൂളിൽ നടന്ന അല്ലെങ്കിൽ കോളേജിൽ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണമെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും ബാങ്ക് ഇത്തരം അനുമോദന പരിപാടികൾ സംഘടിപ്പിച്ചു വരാറുണ്ട്. 80 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ബാങ്ക് സാമ്പത്തിക സേവനങ്ങൾക്കൊപ്പം വിദ്യാഭ്യാസം, ചികിത്സാ സഹായം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകി വരികയാണ്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ഭിന്നശേഷി വിഭാഗത്തിലെ പ്രതിഭകളെയും ആദരിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനം നൽകാനാണ് ലക്ഷ്യമെന്നും അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും പരിധിയിലെ വിദ്യാർത്ഥികളെയാണ് പരിപാടിയിലൂടെ ആദരിക്കുന്നതെന്നും ബാങ്ക് പ്രസിഡന്റ് വാക്കാട്ടിൽ സുനിൽ ബാബു പറഞ്ഞു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് എല്ലാ വർഷവും നടത്താറുള്ള പരിപാടിയാണ്. ഞങ്ങൾ എന്താ വെച്ചാല് SSLC +2 അതുപോലെ തന്നെ ഭിന്നശേഷി മക്കൾക്കൊക്കെ നമ്മൾ അവരെ ആദരിക്കുന്ന ഒരു പരിപാടി എല്ലാ വർഷവും നടത്താറുണ്ട്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 80 വർഷത്തോളം ബാങ്കിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു ലാഭത്തിന്റെ വിഹിതം എന്ന രീതിയിൽ നമ്മൾ എല്ലാ വർഷവും ഈ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാങ്കിന്റെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ മറ്റുള്ള ഇതുപോലെ പരിപാടികളും നല്ല രീതിയിൽ തന്നെയാണ് നടത്താറുള്ളത്. വിദ്യാഭ്യാസ പരിപാടികളിൽ നടന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി, കാരണം നമുക്ക് ഇതുപോലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം, അതിനുവേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ബാങ്കിൽ ചെയ്തു കൊടുക്കാം. നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചികിത്സാ ഫണ്ടുകൾ, ഈ ആരോഗ്യ പ്രവർത്തനം, അതേമാതിരി കാരുണ്യ പ്രവർത്തനം, അങ്ങനെ അത്തരം പരിപാടികൾ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് നടത്താൻ കഴിയും. എന്നിരുന്നാലും നമുക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമുക്ക് കുറച്ച് ഇത്തരം പരിപാടികൾ നമുക്ക് നടത്താൻ കഴിയും. ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, സുകുമാരൻ, രാധാകൃഷ്ണൻ മാസ്റ്റർ, ഹാരിസ് കളത്തിൽ, KT ജബ്ബാർ, സയ്യിദ് അബു താഹിർ തങ്ങൾ, അബ്ദുൽ സലാം ആറങ്ങോടൻ, കുഞ്ഞുമൊയ്തീൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് ബേബി വാത്താച്ചിറ, സെക്രട്ടറി K പ്രീതി തുടങ്ങിയവർ സംബന്ധിച്ചു. ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും പരിപാടിക്ക് നേതൃത്വം നൽകി. മോട്ടിവേഷൻ സ്പീക്കർ സന ഷെറിന്റെ ക്ലാസും പരിപാടിയുടെ ഭാഗമായി നടന്നു. വിദ്യാഭ്യാസ മികവിന് അംഗീകാരം നൽകുന്നതിനൊപ്പം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രചോദനമാകുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം 2026 അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റൊരു മാതൃകയായി മാറുകയായിരുന്നു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് സമൂഹത്തിന് മാതൃകയാകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്ന് സംഘടിപ്പിക്കുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ.
35 years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.